സിനിമാ രംഗത്തെ പ്രമുഖരെ കളത്തിലിറക്കാൻ ബി.ജെ.പി. ശ്വേതാ മേനോനും മേജർ രവിയും സ്ഥാനാർത്ഥികളാകും. പ്രചരണ പ്രവർത്തനങ്ങൾക്ക് തുടക്കമിട്ട് പാലക്കാട്ട് ശോഭാ സുരേന്ദ്രനും മഞ്ചേശ്വരത്ത് കെ സുരേന്ദ്രനും. കേരള രാഷ്ട്രീയത്തിൽ കരുത്തറിയിക്കാനുള്ള അജണ്ടയുമായി ബി.ജെ.പി. സംസ്ഥാന നേതൃത്വം. വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് വേളയിൽ സിനിമാ മേഖലയിൽ നിന്നും ജനപ്രീതി നേടിയ താരങ്ങളെ രംഗത്തിറക്കി കയ്യടി സൃഷ്ടിക്കാനുള്ള നീക്കത്തിലാണ് ബി.ജെ.പി. നേതൃത്വം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കേരള സന്ദർശന വേളയിൽ സിനിമാ രംഗത്തെ പ്രമുഖരെ ബി.ജെ.പി. വേദിയിൽ അവതരിപ്പിക്കാനാണ് നേതൃത്വത്തിന്റെ നീക്കം. ശ്വേതാ മേനോൻ, ഉണ്ണിമുകുന്ദൻ, മേജർ രവി, കൃഷ്ണകുമാർ തുടങ്ങിയവർ ബി.ജെ.പി. സ്ഥാനാർത്ഥികളായി ജനവിധി തേടുമെന്നാണ് വ്യക്തമാകുന്ന സൂചനകൾ. സിനിമാ സംഘടന AMMA പ്രസിഡന്റായ നടി ശ്വേതാ മേനോനെ തൃപ്പൂണിത്തുറയിൽ സ്ഥാനാർത്ഥിയാക്കാനാണ് ബി.ജെ.പിയുടെ നീക്കം. നടനും സംവിധായകനുമായ മേജർ രവി നേരത്തെ തന്നെ ബി.ജെ.പി. സഹയാത്രികനാണ്. അദ്ദേഹത്തെ ഒറ്റപ്പാലത്ത് സ്ഥാനാർത്ഥിയായാണ് പരിഗണിക്കുന്നത്. ബി.ജെ.പി. കേന്ദ്ര നേതൃത്വത്തിന് കൈമാറിയ പ്രാഥമിക പട്ടികയിലാണ് സിനിമാ രംഗത്തെയും സാമൂഹ്യ സാംസ്കാരിക മേഖലയിലെയും പ്രമുഖർ ഇടം പിടിച്ചിരിക്കുന്നത്. 2020 തലവൻ സാബു ജേക്കബിനോട് മത്സരിക്കാൻ ആവശ്യപ്പെട്ടുവെങ്കിലും അദ്ദേഹം അതിന് സന്നദ്ധനായിട്ടില്ല. പകരം അണിയറ പ്രവർത്തനങ്ങളുമായി സജീവമായി രംഗത്തിറങ്ങാനാണ് അദ്ദേഹത്തിന്റെ തീരുമാനം. BDJS നേതാവ് തുഷാർ വെള്ളാപ്പള്ളി കുട്ടനാട്ടിൽ മത്സരിക്കുമെന്നാണ് സൂചനകൾ വ്യക്തമാക്കുന്നത്. നെടുമങ്ങാട്ട് യുവരാജ് ഗോകുലിനെ രംഗത്തിറക്കുന്നതിലൂടെ യുവ വോട്ടർമാരെ സ്വാധീനിക്കാൻ കഴിയുമെന്നാണ് കണക്കുകൂട്ടൽ. കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ കാഞ്ഞിരപ്പള്ളിയിലും വട്ടിയൂർക്കാവിൽ R ശ്രീലേഖയും മത്സര രംഗത്തെത്താനുള്ള സാധ്യതകൾ ഏറെയാണ്. ബി.ജെ.പി. സംസ്ഥാന നേതൃത്വം വളരെയേറെ ജയസാധ്യത പ്രതീക്ഷിക്കുന്ന മണ്ഡലമാണ് പാലക്കാട്. കഴിഞ്ഞ തവണ ജനപ്രതിനിധിയായി തെരഞ്ഞെടുക്കപ്പെട്ട കോൺഗ്രസ് നേതാവ് രാഹുൽ മാങ്കൂട്ടമാവട്ടെ വോട്ടർമാരെ അഭിമുഖീകരിക്കാൻ പോലും കഴിയാത്ത അവസ്ഥയിലാണ്. വിഭാഗീയതയും പരസ്പര ചേരിപോരുകളും പാലക്കാട്ടെ CPM നേതൃത്വത്തെയും വല്ലാതെ ആശങ്കപ്പെടുത്തുന്നുണ്ട്. ഈ വിധം അടിയൊഴുക്കുകൾ തങ്ങൾക്ക് അനുകൂല സാഹചര്യമായി മാറുമെന്ന പ്രതീക്ഷയിലാണ് ബി.ജെ.പി. നേതൃത്വം. ബി.ജെ.പി. സംസ്ഥാന വൈസ് പ്രസിഡന്റ് ശോഭാ സുരേന്ദ്രനാണ് ഇവിടെ NDA സ്ഥാനാർത്ഥി. ഔദ്യോഗിക പ്രഖ്യാപനമായിട്ടില്ലെങ്കിലും പാലക്കാട്ടെത്തിയ ശോഭാ സുരേന്ദ്രൻ ഇതിനോടകം പ്രചരണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. RSSന്റെ മുതിർന്ന നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തിയ ശോഭാ സുരേന്ദ്രൻ മെട്രോമാൻ ശ്രീധരനെ പോലെയുള്ള മുതിർന്ന നേതാക്കളുടെ വീട്ടിലെത്തി അനുഗ്രഹം നേടിയ ശേഷമാണ് പ്രചരണങ്ങൾ ആരംഭിച്ചിരിക്കുന്നത്. ബി.ജെ.പി. ജയസാധ്യത പ്രതീക്ഷിക്കുന്ന മറ്റേ A ക്ലാസ് മണ്ഡലങ്ങളാണ് മഞ്ചേശ്വരവും നേമവും കഴക്കൂട്ടവും. മഞ്ചേശ്വരത്ത് മുതിർന്ന ബി.ജെ.പി. നേതാവ് കെ സുരേന്ദ്രൻ ഇതിനോടകം അണിയറ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. നേമത്ത് രാജീവ് ചന്ദ്രശേഖറും കഴക്കൂട്ടത്ത് V മുരളീധരനും കാട്ടാക്കടയിൽ PK കൃഷ്ണദാസും വിജയം പ്രതീക്ഷിക്കുന്ന ബി.ജെ.പി. സ്ഥാനാർത്ഥികളാണ്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലും ബി.ജെ.പിക്ക് വലിയ മുന്നേറ്റം കാഴ്ചവെക്കാൻ കഴിഞ്ഞ ഒട്ടേറെ മണ്ഡലങ്ങളുണ്ട്. അത്തരത്തിൽപ്പെട്ട ഒരു പ്രധാന മണ്ഡലമാണ് വട്ടിയൂർക്കാവ്. R ശ്രീലേഖയിലൂടെ വട്ടിയൂർക്കാവ് പിടിച്ചെടുക്കാനാകുമെന്ന ശുഭാപ്തി വിശ്വാസമാണ് ബി.ജെ.പി. നേതൃത്വത്തിനുള്ളത്. വട്ടിയൂർക്കാവിലെത്തിയ ശ്രീലേഖ ചുവരെഴുതിക്കൊണ്ട് പ്രചരണത്തിന് തുടക്കം കുറിച്ചിരിക്കുകയാണ്. ആറ്റിങ്ങലിൽ തിരുവനന്തപുരം ഡെപ്യൂട്ടി മേയർ GS ആശാനാഥ് NDA സ്ഥാനാർത്ഥിയായി രംഗത്തെത്താനുള്ള സാധ്യതയും ഏറെയാണ്. തിരുവനന്തപുരത്ത് കരമന ജയൻ G കൃഷ്ണകുമാർ എന്നിവരും ആറന്മുളയിൽ കുമ്മനം രാജശേഖരൻ MT രമേശ് എന്നിവരും ചെങ്ങന്നൂരിൽ സന്ദീപ് വചസ്പതി, കോഴിക്കോട് നോർത്തിൽ നവ്യ ഹരിദാസ്, മലമ്പുഴയിൽ C കൃഷ്ണകുമാർ, കൊടുങ്ങല്ലൂരിൽ B ഗോപാലകൃഷ്ണൻ, ഷൊർണൂരിൽ ശങ്കുട്ടി ദാസ്, തിരുവല്ലയിൽ അനൂപ് ആന്റണി, പത്തനാപുരത്ത് അഖിൽ മാരാർ തുടങ്ങിയവരുടെ പേരുകളാണ് ബി.ജെ.പിയുടെ പ്രാഥമിക പട്ടികയിൽ ഇടം പിടിച്ചിരിക്കുന്നത്. ഇടത് വലത് മുന്നണികൾക്കൊപ്പം കേരള രാഷ്ട്രീയത്തിൽ മാറ്റി നിർത്താനാകാത്ത ശക്തിയായി ബി.ജെ.പി. നേതൃത്വം നൽകുന്ന NDA മുന്നണി ഇതിനോടകം വളർന്നു കഴിഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന് നേടിയ മുന്നേറ്റം അവരുടെ ആത്മവിശ്വാസത്തെ വർദ്ധിപ്പിക്കുന്നുമുണ്ട്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ താമര വിരിച്ചുകൊണ്ട് ശക്തി തെളിയിക്കാൻ ബി.ജെ.പിക്ക് കഴിഞ്ഞിട്ടില്ലെങ്കിൽ കേരള രാഷ്ട്രീയത്തിൽ അവർക്ക് വലിയ തിരിച്ചടികൾ നേരിടേണ്ടതായി വരും. അതുകൊണ്ട് തന്നെ എക്കാലത്തെയും തലവേദനയായ ഗ്രൂപ്പ് രാഷ്ട്രീയം മാറ്റിവെച്ച് ഒറ്റക്കെട്ടായി തെരഞ്ഞെടുപ്പിനെ നേരിടുക എന്ന അജണ്ടയാണ് സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. അത് ഫലപ്രാപ്തിയിലെത്തിക്കാനുള്ള കഠിനാധ്വാനത്തിലാണ് സംസ്ഥാനത്തെ ബി.ജെ.പി. പ്രവർത്തകർ ഇപ്പോൾ.